ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും എല്ലാം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചില്ലി ഗോബി റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചില്ലി ഗോബി ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചില്ലി ഗോബിയിൽ എങ്ങനെയാണ് നമ്മുടെ ഗോബി ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കോളിഫ്ലവർ ഫ്രൈ നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കിട്ടും. അത് കണ്ടിട്ട് ഇതുപോലെ ചില്ലി ഗോബിയും കൂടി ഉണ്ടാക്കൂ, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചില്ലി ഗോബി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കോളിഫ്ലവർ കട്ട് ചെയ്ത് ചൂടുള്ള ഉപ്പുവെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ മുട്ട, പിന്നെ കറിവേപ്പില, കോൺഫ്ലവർ, മൈദപ്പൊടി ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇന്നലെയുള്ള റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ റെസിപ്പി ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരുന്നു. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കായിട്ട് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 വലിയ സവോള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി സോസ്, സോയ സോസ്, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ്, കുരുമുളക് പൊടി, പിന്നെ കോൺഫ്ലവറും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ചില്ലി ഗോബി ഉണ്ടാക്കാം. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇപ്പോൾ വൈകിട്ട് ചപ്പാത്തിക്ക് നമ്മൾ ചില്ലി ഗോബി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്ക് ഇതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈയും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജോലികൾ കഴിയും. അപ്പോൾ ഞാൻ ആദ്യം ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, പിന്നെ നമുക്ക് വഴറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സെപ്പറേറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് വിട്ട് കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് അതെല്ലാം കൂട്ടി ഒട്ടിയിരിക്കും. നമ്മൾ ഒന്ന് ക്ഷമയോടുകൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ സാധാരണ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുന്ന പോലെ കോരിയെടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചില്ലി ഗോബി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാറില്ലെങ്കിൽ, കുറച്ചൊന്നുമല്ല 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാറില്ലെങ്കിൽ, നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് വെച്ച് തന്നെ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാറില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അതൊന്ന് കണ്ടിട്ട് കോളിഫ്ലവറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ചില്ലി ഗോബി റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്ത് കോരി എടുക്കട്ടെ. ഇതിട്ട് കൊടുത്തുകൊണ്ടിരിക്കട്ടെ. ഒരു ബാച്ച് ഞാനിപ്പോൾ ചില്ലി ഗോബിക്കായിട്ട് എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇതാ കുക്കായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഉപയോഗിച്ച് നമ്മുടെ ചില്ലി ഗോബി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളുകൾ കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈയുടെ വീഡിയോയാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പി കിട്ടും. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചില്ലി ഗോബി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം. അപ്പോൾ ഞാനിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ഗ്രേവി റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നമ്മളിതാ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഗ്രേവി റെഡിയാക്കാനായിട്ട് നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിലേക്ക് ചേർക്കുക. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ല ചേർക്കുന്നത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ സവോളയാണ് ആദ്യം എണ്ണയിലേക്ക് ചേർക്കുന്നത്. സവോള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും ഉടനെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനായിട്ട് നമ്മൾ ചില്ലി സോസാണല്ലോ ചേർക്കുന്നത്. ഗ്രീൻ ചില്ലി സോസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ചേർക്കാം. കൂടുതൽ നല്ലത് റെഡ് ചില്ലി സോസ് ചേർക്കുന്നതാണ്. അപ്പോൾ ഈ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കി വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചില്ലി ഗോബി ആകുമ്പോൾ നമുക്ക് സവോളയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. ആ പാകത്തിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഇതിൽ കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇതാ അടർന്ന് പെറ്റൽസ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുക ഇതുപോലെ. അപ്പോൾ അത് അടർന്ന് വിട്ട് വന്നോളും. സവോള ഒന്ന്
കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സവോള നമ്മൾ വഴറ്റുന്നില്ല, അതുകൊണ്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ സെഷ്വാൻ ഗാർലിക് ചില്ലി സോസാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തോളൂ കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ ചില്ലി ഗോപിയുടെ ഗ്രേവിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും. പിന്നെ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അതും കൂടി നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുക്കായി വരട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. എരിവിനായിട്ട് നമ്മൾ ചില്ലി സോസ് ചേർക്കുന്നുണ്ടെങ്കിലും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്നിളക്കി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള കുക്കിംഗ് നമ്മുടെ ഗ്രേവി ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ടൊമാറ്റോ സോസും സോയ സോസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് സോയ സോസാണ്. ഒരു ടീസ്പൂൺ കണക്കിലാണ് ഞാൻ എല്ലാം പറയുന്നത്. 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുണ്ട്, സോസുകളിൽ ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒരു 2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ചില്ലി സോസ്. ഞാൻ ചില്ലി ഗാർലിക് സെഷ്വാൻ സോസാണ് ചേർക്കുന്നത്. നിങ്ങൾ ചില്ലി സോസ് ഒരു 1.25 ടീസ്പൂൺ ചേർത്തോളൂ. ഞാനിതിപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കിച്ചോസിന് ഗാർലിക്കിൻ്റെ ഫ്ലേവർ കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സോസ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ഈ സോസുകളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ചേർക്കേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. ഈ സോസുകൾ ആദ്യം ഒന്ന് കുക്കായി വരട്ടെ. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സോസുകളെല്ലാം കുക്കായി വരാനാണ് നമ്മൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ സോസുകളൊക്കെ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കളറിനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാം, 2-3 ഡ്രോപ്സ്. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്തിട്ട് കൂടുതൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഈ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് കുക്കായി വരണം. നമ്മുടെ ഗ്രേവിക്ക് കുറച്ചെങ്കിലും കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇനി ഇതൊരു 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാശ്മീരി ചില്ലി പൗഡറും കുക്കായി വരും. അതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ കോൺഫ്ലോറൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർക്കേണ്ടത്. അപ്പോൾ ഓരോന്നും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് ടേസ്റ്റ് കുറവായിരിക്കും. ആ ഒരു റോ ടേസ്റ്റ് എപ്പോഴും നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ കിച്ചോസിൻ്റെ സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സോസുകളൊക്കെ കുക്കായി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറും കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കോൺഫ്ലവർ ഒന്ന് കുക്കായി കറക്റ്റായി വരണം. കോൺഫ്ലവറിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. അതിനുശേഷം മാത്രമേ ഞാൻ ക്യാപ്സിക്കം ചേർക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കം കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വേണം നമുക്ക് കറിയിൽ ഉണ്ടാവാനായിട്ട്. വല്ലാതെ കുഴഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഈ കോൺഫ്ലവർ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വീണ്ടും വേറെ കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറും കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ ആഡ് ചെയ്യാം. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടീസ്പൂൺ വിനിഗർ ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂണിൽ കൂടരുത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വീണ്ടും 1.25 കപ്പ് വെള്ളമാണ്. ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ.
ഇത് കോൺഫ്ലോർ നന്നായിട്ടൊന്ന് കുക്കായി വരാനാണ് നമ്മളിത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കുറച്ച് കൂടുതലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ക്യാപ്സിക്കം നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ക്യാപ്സിക്കം കൂടുതൽ ചേർത്തത്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ 1.25 കപ്പ് വെള്ളം ചേർക്കണോ 1.5 കപ്പ് വെള്ളം ചേർക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ ഗ്രേവി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സ് ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കളർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കളർ തന്നെ കിട്ടും. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമായിട്ട് വരും. ചെറിയൊരളവിൽ ഉപ്പ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ചെറിയൊരളവിൽ മാത്രം ഉപ്പ് ചേർക്കുന്നുണ്ട്, അധികം വേണ്ട. കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ കണ്ടല്ലോ, ആവശ്യത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ഓവർ കുക്കായി പോയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ കറി കഴിക്കാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ടാവും. ക്യാപ്സിക്കം ഒന്ന് ആവി കയറി വരുമ്പോൾ തന്നെ കുക്കായി തുടങ്ങും. ഓവർ കുക്ക് ആകാതിരിക്കാനാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഓവർ കുക്ക് ആവുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കോൺഫ്ലവർ ചേർത്തിട്ട് ഉടനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോളിഫ്ലവറും കൂടി ചേർക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഒന്ന് വിതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളിഫ്ലവർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ഗോപിയുടെ പരിപാടി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ഗ്രേവി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറുകും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ചില്ലി ഗോബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.